അപ്പോ 10 ലക്ഷം രൂപ വേണം അല്ലേ? വേണ്ട സാർ, വേണ്ട. ഈ വീട്ടിൽ നിന്നൊരു ചില്ലി കാശ് പോലും ഞങ്ങൾക്ക് വേണ്ട. അതെ, പകരം ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. ഇവിടുന്ന് പോയാ നിങ്ങൾ വേറൊരു വീട്ടിൽ കയറില്ലേ? ഇല്ല സാർ, ഇല്ല, കേറില്ല. ഞങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരാ. ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനും അല്ലേ. അപ്പോ പാപ്പച്ചൻ മുതലാളിയുടെ കടം എങ്ങനെ തീർക്കും? പറയൂ, എങ്ങനെ തീർക്കും? അറിയില്ല സാർ. ഞാൻ സഹായിക്കട്ടെ? പരിഹസിക്കരുത് സാർ, നിവൃത്തികേടുകൊണ്ടാ. അറിയാം, അതുകൊണ്ടാ ചോദിച്ചത്. 10 ലക്ഷം രൂപ ഞാൻ തരട്ടെ എന്ന്. വെറുതെ വേണ്ട, പകരം നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. എന്തുപകാരം? ഒരാളെ കൊല്ലണം. തോക്കെടുക്കണോ? വേണ്ട സാർ. ദയവായിട്ടാ നിങ്ങളെ എന്റെ മുന്നിലേക്ക് എത്തിച്ചത്. ഈ വീടിന്റെ അകത്ത് മുഴുവൻ രഹസ്യ ക്യാമറകളാ. നിങ്ങൾ വന്നത് മുതലുള്ള സകലതും ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് പോലീസിൽ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ അകത്താവണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ ആ ഔദാര്യം നിങ്ങൾ ഇങ്ങോട്ടും കാണിക്കണം. ആരെ കൊല്ലുന്ന കാര്യ സാറ് പറയുന്നത്? വെങ്കിടി, വെങ്കടകൃഷ്ണൻ എന്ന എന്റെ ചങ്ങാതി, ഇപ്പോ എന്റെ ശത്രു. വെങ്കടകൃഷ്ണൻ സകല കലാവല്ലഭൻ, വിദേശ ഭാഷകളടക്കം ഏകദേശം 10ഓളം ഭാഷകളിൽ നിപുണൻ. പക്ഷേ തന്റെ കഴിവ് മുഴുവൻ അവൻ പ്രകടിപ്പിച്ചത് മറ്റൊരു മേഖലയിലായിരുന്നു, സ്ത്രീ എന്ന മേഖലയിൽ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വുമണൈസർ ആയിരുന്നു അവൻ. പരിചയപ്പെടുന്ന ഏതു സ്ത്രീയെയും കിടക്കയിലെത്തിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. പെൺകുട്ടികളെ വശീകരിക്കാനുള്ള അവന്റെ കഴിവിന് പകരം വയ്ക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കൊരു കാര്യം അറിയോ? എന്താ? നമ്മുടെ പുതിയ എം ഡിയില്ലേ, സൂസമ്മ വർഗീസ്. ഗുഡ് മോർണിംഗ്. സുഖല്ലേ? അതെ സർ. വാ, അവരിന്നലെ ഉറങ്ങിയത് എന്റെ വീട്ടിലാ, എന്റെ ബെഡില്. അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ. ദേഷ്യം തോന്നിയിട്ടാണോ അസൂയ കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അവനോട് പന്തയം വെച്ചു, നല്ല കുലീനയെന്ന് എനിക്ക് തോന്നിയ പലരുടെയും കാര്യത്തിൽ. എന്താടാ? പുതിയ കോപ്പിറൈറ്റർ തനുജ വാര്യർ. എഴുത്താമോ നിനക്കവളെ? രാത്രി നീ വീട്ടിൽ വാ, വാരൂട്ടി ഞാനും ചേർന്ന് കൊമ്പ് കോർക്കണത് നിനക്ക് കാണാം. ഹായ്. എന്താണത്? വാ. തഴുതാമ പൂവാങ്കുറുന്നൽ നന്നാറി, പൊൻകുറഞ്ഞി കരിങ്കൂവളത്തിന്റെ ഇതൾ എന്ന് വീട്ടി കാച്ചിയ എണ്ണ, പാൽമുരുക്കിൻ കിഴങ്ങ്, മുൾമരത്തിന്റെ കായ്, നായ്ക്കുരുണ വേര് ഇവ ചതച്ചിട്ട് കുറുക്കിയെടുത്ത പശുവും പാല്, പാൽപ്പട്ട കിഴങ്ങ്, കരിക്ക, ഇരട്ടി മധുരം എന്നിവ സമമായി എടുത്ത് ക്ഷീരകാഗോളി ചേർത്ത് നല്ലവണ്ണം അരച്ച് പഞ്ചസാരയും പശുവും പാലും നെയ്യും കൂട്ടി ചെറിയ തീച്ചൂടിലുണ്ടാക്കി അട. ഇതൊക്കെ നിത്യം സേവിക്കുന്ന ഞാനെങ്ങനാടാ ഇങ്ങനെ ആവാതിരിക്കണേ? അവൻ പറഞ്ഞ കൂട്ട് ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്. തഴുതാമ പൂവാങ്കുരുന്നില നന്നാറി പൊൻകുറിഞ്ഞ് കരിങ്കൂളത്തിൻ്റെ ഏതളി എന്ന് വീട്ട് കാച്ചിയ എണ്ണ, പാൽമുരിക്കും കിഴങ്ങ്, മുളുമരത്തും കായ്, നായ്ക്കരണ വേരിവ ചാച്ചിട്ട് കുറുക്കിയെടുത്ത പാല്, പാൽപ്പട്ട കിഴങ്ങ്, കരിക്കരട്ടി മധുരം ഇതുവയിൽ ഇളം ചൂടാക്കി എടുത്ത അട. അല്ലേ? മോളിക്കുട്ടിയെ തോപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടടാ. ഹൈ, നീ അത് ചെയ്യ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദേവിക എന്റെ ഭാര്യ. ഒറ്റവരും മുടയവരും ഇല്ലാത്ത എനിക്ക് കാലം തന്ന സമ്മാനമായിരുന്നു അവൾ. 6 മാസം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിൽ വിവാഹം.
ലോകം കീഴടക്കിയവൻ്റെ ത്രില്ലായിരുന്നു അന്ന് ഞാൻ. പക്ഷേ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. അപകടത്തിൻ്റെ രൂപത്തിൽ ഞാൻ പരീക്ഷിക്കപ്പെട്ടു. ഹണിമൂൺ ട്രിപ്പിനിടയിലായിരുന്നു ദുരന്തം. ഇപ്പോൾ ദേവിക ജോലി ചെയ്യുന്നത് അവൻ്റെ കീഴിലാണ്. എനിക്കുറപ്പുണ്ട് അവൻ ദേവികയും നോട്ടമിട്ട് കാണുമെന്ന്. അതാണ് എൻ്റെ ഭയം. അത് സംഭവിക്കുന്നതിന് മുമ്പ് അവൻ മരിക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഭാര്യമാരുള്ള സഹോദരിമാരുള്ള സകല പുരുഷന്മാർക്കും വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി. ചെയ്യാൻ പോകുന്നത് പാപമല്ലെന്ന് നിങ്ങളും തിരിച്ചറിയണം. വെങ്കടകൃഷ്ണൻ മരിക്കേണ്ടവനാ, ജീവിക്കാൻ അർഹതയില്ലാത്തവൻ. ആലോചിക്കാൻ ഒന്നുമില്ല. ആ ഓഫർ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. മോഷണം പോലെ അല്ല വിവേകാനന്ദ കൊലപാതകം. അത് പാപ. ദൈവം നൽകിയ ജീവൻ എടുക്കാൻ മനുഷ്യന് അവകാശമില്ല. വളരെ ശരിയാ. മാത്രമല്ല വകുപ്പ് 302 വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റം. അറിയാം സർ, എനിക്കെല്ലാം അറിയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് സഞ്ചരിച്ചത് നല്ല വഴിയിലൂടെ ഒന്നും ആയിരുന്നില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു രാത്രിയായിരുന്നു അത്. എന്ത് തീരുമാനിച്ചു? സമ്മതം. പക്ഷേ ഞങ്ങൾ കൊല്ലാൻ പോകുന്നത് ആ വെങ്കടകൃഷ്ണയല്ല, പിന്നെ അവളെ, നിങ്ങളുടെ ഭാര്യ ദേവികയെ. ലോകത്ത് ഏതൊരു പുരുഷനും അവനിനി ആ വിഷയത്തിൽ എത്ര വലിയ ഗജകില്ലാടിയാണെങ്കിലും പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും പറ്റില്ല. ഈ വെങ്കടകൃഷ്ണൻ ഒന്ന് ശ്രമിക്കുമ്പോഴേക്കും വീഴാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഈ പെമ്പിള്ളേരെയാണല്ലേ തെറ്റുകാര്. എന്തായാലും നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഭാര്യ ഇപ്പൊ നിൽക്കുന്നത് ഇതിന്റെ വക്കത്ത്. ആദ്യം ഒരു രസം, പിന്നെ അതൊരു ശീലവും. പോകെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരാവശ്യവും. ഇതിനിടയിൽ സാറ് ഭാര്യയുടെ ആഘോഷങ്ങൾക്ക് ഒരു തടസ്സമാകും. പിന്നെ ഏതൊരു പെണ്ണിനെയും പോലെ അവരാലോചിക്കുന്നതും സാറിന് ഒഴിവാക്കാനുള്ള വഴികളായിരിക്കും. ഇപ്പൊ തന്നെ സാറ് എഴുന്നും പറഞ്ഞിരിപ്പ്. അപ്പൊ പിന്നെ സാറിന് ഒഴിവാക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സാറ് പോലും അറിയാതെ സാറ് ഉറങ്ങുന്നത് ഒരു ശത്രുവിന്റെ കൂടെയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് സാറ് മനസ്സിലാക്കണം. സ്വീകരിക്കപ്പെടുന്നവളെ എന്നും പ്രാപിക്കപ്പെടൂ. അപ്പോൾ ആദ്യമായും അവസാനമായും അവളാണ് തെറ്റുകാരി, അവള് മാത്രം. എന്നിട്ട് അയാൾ എന്ത് തീരുമാനിച്ചു? ഒരു ഭാഗത്ത് ഈ തിളയ്ക്കുന്ന പാല് പോലെ ഭാര്യയോടുള്ള സ്നേഹം, മറുഭാഗത്തോ ദാ ഈ ചായപ്പൊടി പോലെ വെങ്കടകൃഷ്ണൻ. ഒരു ടീസ്പൂൺ വെങ്കടകൃഷ്ണൻ വീണാൽ അവശേഷിക്കുന്നതേ അയാളുടേതെന്ന് മാത്രം സ്വപ്നം കണ്ടിരുന്ന ദേവികയല്ല, മറിച്ച് വെങ്കടകൃഷ്ണൻ വീണ് കലങ്ങി മറിഞ്ഞ് നിറം മാറി സ്വഭാവം മാറി ഗുണം മാറിയ ദേവികയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരിക്കലും അവൾ അറിയരുത് ഘാതകൻ അയാളാണെന്ന്. ഇതിലൽപ്പം ഷുഗർ ഇടാമോ? എന്താ? സാറിന് അല്പം പഞ്ചസാരയാവാമോ എന്ന്. മധുരം പഞ്ചസാര കുറച്ചു മതി. ഓ, അപ്പോ ഒരു ഷോർട്ട് ടീ ബ്രേക്ക്.